ആശയം ആവിഷ്കാരം PV പ്രശാന്ത് കുമാർ. ഡിയർ സ്റ്റുഡൻസ്, 2024 മാർച്ചിൽ SSLC പരീക്ഷ എഴുതുന്ന എല്ലാ കുട്ടികൾക്കും വിജയാശംസകൾ. Let us start. ഇതാ ക്വിസ് മാസ്റ്ററായ ടീച്ചർ സ്വയം പരിചയപ്പെടുത്തുന്നു. ഒപ്പം വിവിധ സ്കൂളുകളിൽ നിന്നും ക്വിസിൽ പങ്കെടുക്കാനെത്തിയ ടീം അംഗങ്ങളായ 10ാം ക്ലാസ് വിദ്യാർത്ഥികളും. مساء الخير. نحن اليوم في المسابقة الاختباري بمناسبة البرنامج آكاشواني راديو تيتشر المدرس الميديات. نحن نناقش اليوم الوحدة الرابعة محتويات الدروس. എല്ലാവർക്കും ആകാശവാണി റേഡിയോ ടീച്ചർ പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാൻ ആദ്യം എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് മുഹ്സിൻ ഇരിക്കൂർ. ചൊവ്വ ഹയർ സെക്കൻഡറി സ്കൂളിലെ അറബി അധ്യാപകനാണ്. നമുക്ക് ടീം അംഗങ്ങളെ പരിചയപ്പെടാം. ആദ്യം ടീം എ. എൻ്റെ പേര് ആയിഷ മെഹബിയ. എൻ്റെ പേര് ആയിഷ റനായിസ്കെ, CHMKS GHSS വളവട്ടണം. ടീം ബി. എൻ്റെ പേര് ഫാത്തിമത്തുൽ അമാന PK. എൻ്റെ പേര് ആമിന സിറാജ്, GHSS തിരങ്ങാടിൽ നിന്ന് വരുന്നു. ടീം സി. എൻ്റെ പേര് ഷിഫാന PK. ഫാത്തിമത്ത് റിഫ PK, GHSS ഇരിക്കൂർ. ടീം ഡി. എൻ്റെ പേര് സിയ ഫർഹിൻ. എൻ്റെ പേര് സൈനബുൽ അംന, GHSS ചാലിയിൽ നിന്ന് വരുന്നു. ടീം ഇ. എൻ്റെ പേര് ഫാത്തിമത്ത് നിഹമ. എൻ്റെ പേര് ഹന ഹാരിസ്, ചെമ്പ്രോട് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വരുന്നു. നമ്മൾ ഇന്നത്തെ ക്വിസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് SLCയിലെ അറബി പാഠപുസ്തകത്തിലെ 4ാമത്തെ യൂണിറ്റിലെ ഇഹ്ഫൽ ഹയാത്തക് അല്ലാഇബുൽ ജദീദ്, ഈ 2 പാഠങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ്. പരീക്ഷയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയി എല്ലാ പരീക്ഷയിലും വന്നുകൊണ്ടിരിക്കുന്ന ചോദ്യവിഭാഗങ്ങളാണ് നാം പരിചയപ്പെടുന്നത്. നമ്മൾ 3ാമത്തെ റൗണ്ടിലേക്ക് കടക്കുകയാണ്. ആദ്യ ചോദ്യം ടീം എയോടാണ്. മാഹിയ വജബാത്തി സ്വരിയ, എന്തെല്ലാമാണ് ഫാസ്റ്റ് ഫുഡ്? 4 എണ്ണം പറയുക. ബർഗർ, ഷവർമ, ഫലാഫിൽ, പിസ്സ. മാഷാ അല്ലാഹ്, വെൽ ഡൺ. ടീം എക്ക് 10 പോയിന്റ് ലഭിച്ചിരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം ബിയോടാണ്. മാ മഖാതിറുല്ലത്തി യുവാജിഹിന ബികസ്റത്തിൽ വജബാത്തി സരിയ. വജബാത്ത് സരിയ, ഫാസ്റ്റ് ഫുഡ് കൂടുതലായി ഉപയോഗിച്ചതുകൊണ്ട് നമുക്കുണ്ടാവുന്ന കുഴപ്പങ്ങൾ എന്തെല്ലാമാണ്? 4 എണ്ണം പറയുക. സറാത്തുൻ ഖാതില, അസറുഹ അല ജിഹാസിൽ ഹൽമി, സറത്താൻ, തുസബ്ബിബു സറത്താൻ, ഇർതിഫാഉ ലഗ്തി ദം. വെൽ ഡൺ. നമുക്കൊന്നുകൂടി പഠിക്കാം. മുഖാതിറുല്ലത്തി യുവാജിഹിന ബികസ്റത്തിൽ വജബാത്തി സരിയ. 1 സുറാത്തുൽ ഖാതില, അമിതമായ കൊഴുപ്പ്, ഫാറ്റ് അടങ്ങിയിരിക്കുന്നതിനാണ്. 2ാമത്തത് ഇർതിഫാഉ ലഗ്തി ദം, BP, ബ്ലഡ് പ്രഷർ, രക്തസമ്മർദ്ദം ഉയരും. നമ്മൾ അധികം ഫാസ്റ്റ് ഫുഡ് കഴിച്ചാൽ നമ്മുടെ രക്തസമ്മർദ്ദം ഉയരുകയും ചെയ്യും. 3ാമതായി അസറുഹ അലൽ ജിഹാസിൽ ഹൽമി, നമ്മുടെ ദഹന വ്യവസ്ഥയെ ബാധിക്കും ഫാസ്റ്റ് ഫുഡുകൾ. 4ാമതായി ഫക്രുദ്ദം, അനീമിയ ഇന്ദൽ അത്ഫാൽ, കുട്ടികൾക്ക് അനീമിയ രോഗം. അനീമിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം രക്തക്കുറവ് ഉണ്ടാകും. 5ാമതായി തുസബ്ബിബു സർത്താൻ, ക്യാൻസറിന് കാരണമാകും. ഇത് നമ്മൾ കാണാതെ പഠിക്കുകയല്ല വേണ്ടത്, മറിച്ച് അർത്ഥം മനസ്സിലാക്കി സിമ്പിൾ ആയിട്ട് പഠിക്കാം. പരീക്ഷയ്ക്ക് ഈ ചോദ്യം വരുന്നത് നിങ്ങളോട് കണ്ടെത്താനാണ് പറയുക. മഹാത്തിറുൽ വജബാത്തി സരിയ എന്ന് ചോദിച്ചാൽ ആ മഹാത്തിറുകൾ മാത്രം നമ്മൾ എഴുതുകയാണ് വേണ്ടത്. അപ്പോൾ ടീം ബിക്ക് 10 പോയിന്റ്. അടുത്ത ചോദ്യം ടീം സിയോടാണ്. നമത്തിൽ ഹയാത്ത്, ജീവിതശൈലി രോഗങ്ങൾ തടയുന്നതിന് വേണ്ടി നാം ചില കാര്യങ്ങൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഫഅലൈക്കൽ ഇഹ്തിമാമു ബിൽ ഉമൂർ, ജീവിതശൈലി രോഗങ്ങൾ തടയുന്നതിന് വേണ്ടിയുള്ള 4 കാര്യങ്ങൾ പറയുകയാണ് വേണ്ടത്. തനാവലു ഹുദറ വൽ ഫവാക്കി, ഉത്രക്കു മക്ബലി
ومشروباتي اتركوا وجبات السريعة تناولوا وجبات الصحة. ടീം സിയുടെ ഉത്തരങ്ങൾ ഭാഗികമായി ശരിയായതുകൊണ്ട് 8 മാർക്ക് ലഭിച്ചിരിക്കുന്നു. ഈ ഒരു ചോദ്യം വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ പഠിക്കേണ്ടതാണ്. നമത്തിൽ ഹയാ ജീവിതശൈലി രോഗങ്ങൾ തടയുന്നതിന് വേണ്ടി നാം ശ്രദ്ധിക്കേണ്ട 4 കാര്യങ്ങൾ. 1. യുവാലിബു അല വജബാതി സുഹിയ, ആരോഗ്യകരമായ ഭക്ഷണങ്ങൾ നാം ശീലമാക്കണം. 2. യുദാവിമു അല ദിയാലത്തിൽ ബദനിയത്തിൽ കാഫിയ, മതിയായ ശാരീരിക എക്സസൈസുകൾ നാം പതിവാക്കണം. 3. യുഹാഫിലു അല നവാഫത്തിൽ ശഖ്സിയ, വ്യക്തി ശുചിത്വം നാം കാത്തു സൂക്ഷിക്കണം. 4. നത്രുകുൽ വജബാത്തി സരീഅ വൽ അത്ഇമത്തിൽ ഖുർദ, ഫാസ്റ്റ് ഫുഡും ഭക്ഷണയോഗ്യമല്ലാത്ത ഉപയോഗശൂന്യമായ ഭക്ഷണങ്ങളും നാം ഒഴിവാക്കണം. ഈ ചോദ്യം പരീക്ഷയ്ക്ക് എപ്പോഴും വരാറുണ്ട്. വരുന്ന മോഡൽ എന്ന് പറഞ്ഞാൽ നമത്തിൽ ഹയാത്ത് ജീവിതശൈലി രോഗങ്ങൾ തടയുന്നതിന് വേണ്ടി നാം എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ച് കുറെ ഓപ്ഷൻസുകൾ നൽകും. അതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യാം, നമത്തിൽ ഹയാത്ത് ജീവിതശൈലി രോഗങ്ങൾ തടയുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മാത്രം ശരിയായി എഴുതുകയാണ് വേണ്ടത്. അടുത്ത ചോദ്യം ടീം ഡിയോടാണ്. അല്ലായിബുൾ ജദീദ് എന്ന നമ്മുടെ പാഠത്തില് അതിനാന് നല്ല കളിക്കാരനാകാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ അവന്റെ ഭക്ഷണശീലത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. നമുക്ക് അവന് വേണ്ടി 4 ഭക്ഷണങ്ങളുടെ നല്ല ഭക്ഷണങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കാം. യുഇദു കശ്ഫൻ അൻ അത്യമതിഹി അസ്വിക്കിയ. ഫവാക്കിഹ്, ഓക്കേ, ഹലറവാത്ത്, ഓക്കേ, ലബൻ, ഓക്കേ, ലഹ്മ. വെരി ഗുഡ്. കൺഗ്രാറ്റ്സ്. ടീം ഡിക്ക് 10 പോയിന്റ്. പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയി വരുന്ന ഒരു ചോദ്യ വിഭാഗമാണ് നുഇദു കശ്മൻ അൻ അത്ഇമതിഹി അസ്വിക്കിയ, നല്ല ഭക്ഷണങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടി. നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഈ ഒരു ചോദ്യം നൽകി ധാരാളം ഓപ്ഷനുകൾ നൽകും. അതിൽ നല്ല ഭക്ഷണങ്ങൾ തെരഞ്ഞെടുത്ത് എഴുതുക എന്ന രൂപത്തിലും, ഇനി അതല്ലെങ്കിൽ ലിസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടി നേരിട്ടും ഈ ചോദ്യം ചോദിക്കുന്നതാണ്. 1. അൽ ഖദറവാത്ത്, പച്ചക്കറികൾ, വൽ ഫവാക്കിഹ്, പഴവർഗ്ഗങ്ങൾ, അൽ അറുസ്, അരി, അൽ മാഉസ് സാഫി, ശുദ്ധമായ വെള്ളം, അൽ ലുഹൂം, മാംസം, അൽ ലബൻ, പാൽ. ഇത്രയും ഭാഗങ്ങളാണ് ഒരു നല്ല ഭക്ഷണശീലത്തിന് നമുക്ക് കൊടുക്കാവുന്ന ഉത്തരം. ഇനി അടുത്ത ചോദ്യം ടീം ഇയോടാണ്. അല്ലായിബുൽ ജദീദില് അതിനാൽ തന്റെ പട്ടണത്തിലുള്ള ശീലങ്ങളെല്ലാം മാറ്റുന്നുണ്ട്. അങ്ങനെ ആ മാറ്റം വരുത്തിയതിൽ അവന് വേണ്ടി നമുക്ക് നല്ല 4 ശീലങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കാം. യുഇദു കശ്ഫൻ അൻ ആദാതിഹി അസ്വിക്കിയ, 4 നല്ല ശീലങ്ങളുടെ പേരുകളാണ് പറയേണ്ടത്. ടൈം ഔട്ട്. ടീം എക്ക് ഉത്തരം പറയാം. ഉത്തരം ശരിയായാൽ 7 മാർക്കാണ് ലഭിക്കുക. الرياضات البدنية الرياضة البدنية الكافية الركوب الدراجة الركوب الدراجة المشي الصباحة مشي الصباحة السباحة. السباحة. Well done. ടീം എക്ക് 7 പോയിന്റ് ലഭിച്ചിരിക്കുന്നു. ഈ ഒരു ചോദ്യ വിഭാഗവും പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ചോദ്യ വിഭാഗമാണ്. ഈ ചോദ്യവും നുഇദു കശ്ഫൻ അൻ ആദാതിഹി സുഖിയ എന്നാണ് വരിക. നേരത്തെ പറഞ്ഞ പോലെ ഓപ്ഷനുകൾ നൽകും. അതിൽ നല്ല ശീലങ്ങൾ എഴുതുകയാണ് വേണ്ടത്, ഭക്ഷണമല്ല എന്ന് പ്രത്യേകം നോട്ട് ചെയ്യണം. ഒന്നാമത്തത് അൻ-നളാഫത്തു ഫിൽ ജിസ്മി വൽ ലിബാസ്, നല്ല ശുദ്ധിയോടുകൂടിയുള്ള വസ്ത്രവും ശരീരവും, വ്യക്തി ശുചിത്വവും അതുപോലെ നമ്മുടെ വസ്ത്രവും ശുചിയാവുക. അരിയാലത്തുൽ ബദനിയത്തുൽ കാഫിയ, മതിയായ രീതിയിലുള്ള എക്സസൈസ് ചെയ്യുക. അത്തആമുൽ കാഫിയ ഫീ വഖ്തിൽ മുഅയ്യിൻ, കൃത്യസമയത്ത് മതിയായ രൂപത്തിൽ ഭക്ഷണം കഴിക്കുക. യസ്തൈഖിദു മുബക്കിറൻ, നേരത്തെ എഴുന്നേൽക്കുക. അന്നൗമുൽ കാഫിയ സമാനിയത്തു സഅത്ത്, 8 മണിക്കൂർ നിർബന്ധമായും ഉറങ്ങുക എന്നിവയാണ്
കശ്ഫുൽ അൻ ആദാത്തി സിഹിയ. പ്രത്യേകം ഇത് പഠിക്കുക. ടീം ഇയോടാണ് ചോദ്യം. മാ ഹുവ ആദാത്തു അദ്നാൻ ഫിൽ മദീന. അദ്നാനിലെ പട്ടണത്തിലെ പതിവ് രീതികൾ എന്തെല്ലാമാണ്? കില്ലത്തു തമിഴാത്തു ബദനിയ, തനാവലു വജബാത്ത് ശരിയ. ടീം ഇ 10 പോയിന്റ് ലഭിച്ചിരിക്കുകയാണ്. ഈ ഒരു ചോദ്യം പരീക്ഷയ്ക്ക് വരാവുന്ന ചോദ്യമാണ്. നമ്മുടെ പാഠഭാഗത്തു നിന്നുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണിത്. നമ്മുടെ പാഠഭാഗത്തിൽ നിങ്ങൾ ഒരു കള്ളിയിൽ വരച്ചിട്ടുള്ള കുറെ ചോദ്യങ്ങൾ കാണാറില്ലേ? അത് പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതാണ്. ഇതേപോലെയുള്ള ചോദ്യങ്ങളും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസും വരാറുണ്ട്. മാഹുവ ആദാത്തു അദ്നാൻ ഫിൽ മദീന അല്ലെങ്കിൽ മാഹുവ ആദാത്തു അൽ മദീന എന്നും ചോദിക്കാറുണ്ട്. പട്ടണത്തിലെ പതിവ് ശൈലി, പതിവ് രീതി എങ്ങനെയാണ് എന്നാണ് ചോദ്യം. ഒന്നാമത്തത് ബി കസ്റത്തി അത്വആം, ഭക്ഷണം അധികമായി കഴിക്കുക. അത് ത്വആമത്തുൽ വജബാത്ത് സരിയ ആയിരിക്കാം. വബിക്കില്ലത്തി തംരീനാത്തി റിയാദിയ, മതിയായ എക്സസൈസിന്റെ കുറവും കൂടിയാണ് ഈ ആദാത്തു ഫിൽ മദീന അല്ലെങ്കിൽ ആദാത്തു അദ്നാൻ ഫിൽ മദീന എന്ന് പറയുമ്പോൾ ഉത്തരം എഴുതേണ്ടത്. അടുത്ത ചോദ്യം ടീം ഡിയോടാണ്. മാഹിയ മീസത്തുൽ ഹയാത്തി ഫിൽ ഖറിയ, ഗ്രാമജീവിതത്തിന്റെ ഗുണങ്ങൾ, സവിശേഷതകൾ എന്തെല്ലാമാണ്? 2 കാര്യങ്ങൾ പറഞ്ഞാൽ മതി. അത്വാമു സിഹിയ, അത്വാമു സിഹിയ, നക്കിയുൽ ഹവായ്, നക്കിയുൽ ഹവ. നല്ല വായു എവിടുന്നാണ് നമുക്ക് നല്ല ശുദ്ധമായ വായു എവിടുന്ന് കിട്ടുക? ഗ്രാമത്തിൽ നിന്നാണ് കിട്ടുക. അതുപോലെ നല്ല ഭക്ഷണവും നമുക്ക് എവിടുന്ന് കിട്ടും? ഗ്രാമത്തിൽ നിന്ന് ലഭിക്കും. ഈ ചോദ്യവും നാം പ്രതീക്ഷിക്കേണ്ട ചോദ്യമാണ്. മാഹിയ മീസത്തുൽ ഹയാത്തി ഫിൽ ഖറിയ, ഗ്രാമജീവിതത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാമാണ്? യജിദു ഫിൽ ഖറിയത്തി ഫുർസതൻ ലിൽ അൽആബി വത്വആമുഹ ത്വയ്യിബ. യജിദു ഫിൽ ഖറിയത്തി ഫുർസതൻ, നമുക്ക് അവസരങ്ങൾ ലഭിക്കും. എവിടുന്ന്? ഗ്രാമത്തിൽ. ലിൽ അൽആബി, കളിക്കാൻ വേണ്ടി. വത്വആമുഹ ത്വയ്യിബ, നല്ല ഭക്ഷണവും നമുക്ക് ഇവിടുന്ന് കിട്ടും, ഗ്രാമത്തിൽ നിന്ന് ലഭിക്കും. ഈ ചോദ്യവും നമ്മൾ പഠിക്കുമ്പോൾ ലിൽ അൽആബി വത്വആമുഹ ത്വയ്യിബ എന്ന് പഠിക്കുക. അപ്പോൾ അദ്നാന്റെ പാഠത്തിൽ അദ്നാൻ എന്താണ്? ലാഇബ മഷ്ഹൂർ ആകാനാണ് ആഗ്രഹിച്ചത്. തമന്ന ലാഇബൻ മഷ്ഹൂർ. അപ്പൊ നല്ലൊരു കളിക്കാരനാവണമെങ്കിൽ എന്ത് ചെയ്യണം? കളിക്കാനുള്ള അവസരം ഉണ്ടാവണം. ഒരു പട്ടണത്തിൽ എന്തുണ്ടാവില്ല? കളിക്കാനുള്ള അവസരം ഉണ്ടാവില്ല. ഒരു ഫ്ലാറ്റ് ജീവിതമായിരിക്കും. അതുപോലെ നല്ല ഭക്ഷണം കിട്ടണം. നല്ല മണ്ണിൽ നിന്നുള്ള നല്ല കൃഷി ചെയ്ത നമ്മുടെ വീട്ടിലുള്ള ഭക്ഷണം അല്ലെ? അല്ലെങ്കിൽ എന്താണ്? കെമിക്കലായ ഭക്ഷണങ്ങൾ കഴിക്കേണ്ടി വരും. അപ്പൊ അതെല്ലാം എവിടുന്ന് കിട്ടും? നമുക്ക് നല്ല ശുദ്ധവായു, അതുപോലെ തന്നെ നല്ല ഭക്ഷണം എവിടുന്ന് കിട്ടും? ഗ്രാമത്തിൽ നിന്ന് നമുക്ക് ലഭിക്കും. ടീം ഡി 10 പോയിന്റ് ലഭിച്ചിരിക്കുന്നു. അഭിനന്ദനങ്ങൾ. വെൽ ഡൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം സിയോടാണ്. അതിനാലിനോട് ടീം ക്യാപ്റ്റൻ തആൽ ബുക്ര നാളെ രാവിലെ വരാൻ വേണ്ടി പറയുന്നുണ്ട്. കളിക്കാൻ വേണ്ടി നാളെ രാവിലെ വരാൻ പറയുന്നുണ്ട്. അന്ന് അതിനാൽ രാത്രി എങ്ങനെയാണ് കഴിച്ചു കൂട്ടിയത്? കൈഫ ബഅതദിനാൻ ലമ്മ ഇസ്തഅദന ഖായിദുൽ ഫരീഖ്. ഒരു വാചകം പറഞ്ഞാൽ മതി. യൽബസുൽ ലിബാസ്. ടീം സിയുടെ ഉത്തരം ഭാഗ്യമായി ശരിയായതിനാൽ ടീം സിക്ക് 8 പോയിന്റ് ലഭിച്ചിരിക്കുന്നു. അഭിനന്ദനങ്ങൾ. ഈ ചോദ്യവും നമ്മൾ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കേണ്ട ചോദ്യമാണ്. ഈ ചോദ്യം 2 രൂപത്തിലാണ് വരിക. ഒന്ന് ഹിവാറായിട്ട് വരാറുണ്ട്. ഖായിദുൽ ഫരീഖ് അദ്നാനും തമ്മിലുള്ള സംഭാഷണമായിട്ട് വരാറുണ്ട്. ഖായിദുൽ ഫരീഖ് അദ്നാനോട് തആൽ ബുക്രത്ത് എന്ന് പറയുന്ന മുമ്പ് എന്ത് ഉണ്ടാവും? ആദ്യമായി വരുന്ന ഒരാളാണ് അല്ലെ? അപ്പൊ എന്ത് ചെയ്യും? അവർ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ നടക്കണം. അപ്പൊ ആദ്യം തുടക്കം സബാഹ് അൽ ഖൈർ, സബാഹ് അൻ നൂർ, ആ രൂപത്തിൽ വന്നു. ആ രൂപത്തിലുള്ള ചോദ്യം വരാറുണ്ട്. അല്ലെങ്കിൽ ഇതേപോലെ മുഫക്കിറ എഴുതാൻ വരും. മുഫക്കിറ എന്ന് പറഞ്ഞാൽ എന്താ? ഡയറി അല്ലെ? ഒരു ഡയറി എഴുതാൻ വരും. അതിനാൽ എന്ത് ചെയ്യണം? ആ ഒരു ദിവസം, ആ ഒരു അനുഭവം അവൻ എന്ത് ചെയ്യുന്നു? ഡയറി ആയിട്ട് എഴുതുന്നത്. ഇവിടെ വന്നത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കൈഫ ബഅതദിനാൻ ലമ്മ ഇസ്തഅദന ഖായിദുൽ ഫരീഖ്. ഖായിദുൽ ഫരീഖ് അനുമതി നൽകി. ഇതിനെ കളിക്കാൻ വേണ്ടി അല്ലെ? നാളെ വരാൻ വേണ്ടി പറഞ്ഞു. അന്ന് രാത്രി എങ്ങനെയാണ് അദ്നാൻ കഴിച്ചു കൂട്ടിയത്? വർത്തദൽ മലാബിസ് റിയാദിയ, സ്പോർട്സ് വസ്ത്രം അണിഞ്ഞു. വമസല അമാമൽ മിർആത്തി ലാഇബൻ, അവൻ എന്ത് ചെയ്തു? കണ്ണാടിയുടെ മുമ്പിൽ വെച്ച് അഭിനയിച്ചു. എങ്ങനെ? യുദ്ലിക്കുൽ ഹദഫ്, ഗോൾ അടിക്കുന്ന പോലെ.
അവൻ കളിക്കുന്നതായിട്ടും അതുപോലെ തന്നെ ഗോൾ അടിക്കുന്നതായിട്ടും അഭിനയിക്കുകയും ചെയ്തു എന്ന് നമ്മൾ പഠിക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് മുഫക്കിറായിട്ട് വരാം, ഹിവാറായിട്ട് വരാം. അടുത്ത ചോദ്യം ടീം ബിയോടാണ്. മാതാ ഖാലൽ അദ്നാൻ ലിഖാലിഹി ഇൻദൽ മാഇദ. എന്താണ് അദ്നാൻ തന്റെ അമ്മാവനോട് ഡൈനിങ് ടേബിൾ വെച്ച് പറഞ്ഞത്? അദ്നാനോട് എന്താ പറ്റിയ മാബിക്ക അദ്നാൻ ചോദിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അദ്നാൻ ഒരു മറുപടി കൊടുക്കുന്നുണ്ട്. എന്താണ് അദ്നാൻ തന്റെ അമ്മാവന് നൽകുന്ന മറുപടി? യഹ്ലുമു ലാഇബൻ മഷ്ഹൂറൻ ഫിദ്ദുനിയ. യെസ്, ഞാൻ എന്റെ സ്വപ്നം കാണുന്നത് എന്താണ്? ഒരു നല്ല കളിക്കാരനായിട്ട് ഞാൻ കളിക്കുന്നതായിട്ടാണ് അല്ലെ. അവൻ നൽകിയ ശരിക്കും മറുപടി ഇതാണ്. നമ്മുടെ പുസ്തകത്തിലുള്ള പാഠഭാഗത്തിലുള്ള മറുപടി. ഇതാണ് എന്റെ ഈ ലോകത്തെ ഏറ്റവും വലിയ ആഗ്രഹം. ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? ഒരു നല്ല കളിക്കാരനായി മാറുക എന്നതാണ്. അതിനെന്തുകൊണ്ട് നമ്മുടെ അതിനാണ് സാധിക്കുന്നില്ല? അൽ ബിത്താന അല്ലെ, പൊണ്ണത്തടിയാണ്. അതുകൊണ്ട് അവന്റെ ആഗ്രഹം എന്താണ്? നല്ലൊരു കളിക്കാരനാവണമെന്നാണ് അവന്റെ ആഗ്രഹം. ഈ ചോദ്യവും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതാണ്. ഇത് ഡയറക്റ്റായി ചോദിക്കാറില്ല, എന്നാൽ ഏതെങ്കിലും ഒരു പാരഗ്രാഫ് നൽകിയിട്ട് ഇതേപോലെയുള്ള ചോദ്യങ്ങൾ, നേരത്തെ പറഞ്ഞ ചോദ്യങ്ങളും ആ രൂപത്തിൽ തന്നെ ചോദിക്കാറുണ്ട്. ടീം ബിക്ക് 10 പോയിന്റ് ലഭിച്ചിരിക്കുന്നു. അഭിനന്ദനങ്ങൾ. വെൽ ഡൺ. അടുത്ത ചോദ്യം ടീം എയോടാണ്. മാഹുവ നസീഹത്തുൽ ഖാലു അദ്നാൻ. അദ്നാന്റെ അമ്മാവൻ അദ്നാൻ നൽകുന്ന ഉപദേശങ്ങൾ എന്തെല്ലാമാണ്? തനാവലു വജബാത്തി സിഹിയ നുവാലിബ അല റിയാലാത്തിൽ ബദനിയ. ഓക്കെ, ഉത്തരം ശരിയാണ്. ടീം എ 10 പോയിന്റ് ലഭിച്ചിരിക്കുന്നു. അഭിനന്ദനങ്ങൾ. ഈ ചോദ്യം നമ്മൾ പ്രതീക്ഷിക്കേണ്ട ചോദ്യമാണ്. മാഹുവ നസീഹത്തു ഖാലു അദ്നാൻ. അദ്നാന്റെ അമ്മാവൻ അദ്നാൻ നൽകുന്ന ഉപദേശം എന്താണ്? അലൈക അൻ തഅകുല തആമൻ മുഅദ്ദിയ. നീ നല്ല പോഷകാഹാരം നിർബന്ധമായും കഴിക്കണം. എന്തിനു വേണ്ടി? ലികൈ യുസ്ബിഹ ജിസ്മുക ഖവിയ്യൻ വനശീത. നിന്റെ ശരീരം ശക്തവും ഉന്മേഷവുമായി തീരാൻ വേണ്ടി നീ എന്ത് ചെയ്യണം? യഅകുലു തആമൻ മുഅദ്ദിയ. നല്ല പോഷകാഹാരമുള്ള ഭക്ഷണം കഴിക്കണം. 3-ാം റൗണ്ട് പൂർത്തിയായിരിക്കുകയാണ്. 3-ാം റൗണ്ടിൽ ടീമുകൾക്ക് ലഭിച്ച മാർക്കാണ് പറയുന്നത്. ടീം എ 27 മാർക്ക്, ടീം ബി 20 മാർക്ക്, ടീം സി 16 മാർക്ക്, ടീം ഡി 20 മാർക്ക്, ടീം ഇ 10 മാർക്ക്. വെൽ ഡൺ, കൺഗ്രാറ്റ്സ്. SSLC പാഠങ്ങൾ ഉൾക്കൊള്ളിച്ച പ്രതിദിന പ്രശ്നോത്തരി തുടരുന്നു. അടുത്തത് 4-ാമത്തെ റൗണ്ടിലേക്ക് പ്രവേശിക്കുകയാണ്. ടീം എയോടാണ് ചോദ്യം. 2019 നടന്ന SLC പരീക്ഷയിലെ ഒരു ചോദ്യമാണ് നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. ഇക്ര വക്തിഷിഫ് മഹാത്തിറുൽ വജബാത്ത് സരിയ. കണ്ടെത്താനാണ് പറയുന്നത്. ഞാൻ 5 കാര്യങ്ങൾ പറയും, അതില് ശരിയായ 1 പറയും. ഇവിടെ ഞാൻ ചോദിക്കുന്നത് മഹാത്തിറുൽ വജബാത്ത് സരിയ, ഫാസ്റ്റ് ഫുഡ് കൊണ്ടുള്ള കുഴപ്പങ്ങൾ ഓരോ ടീമും ഓരോന്നായിട്ട് പറയുക. ടീം എ സൂറത്തുൽ ഖാത്തില. സൂറത്തുൽ ഖാത്തില. വെൽ ഡൺ. ടീം എ 5 പോയിന്റ് ലഭിച്ചിരിക്കുന്നു. ടീം ബി ഇർതിഫാഉ ലഗ്തിദ്ദം. ഇർതിഫാഉ ലഗ്തിദ്ദം. ടീം ബിക്ക് 5 പോയിന്റ് ലഭിച്ചിരിക്കുന്നു. വെൽ ഡൺ. ടീം സി ബിസബബി സർത്താൻ. ബിസബബി സർത്താൻ. ടീം സിക്ക് 5 പോയിന്റ് ലഭിച്ചിരിക്കുന്നു. വെൽ ഡൺ. ടീം ഡി ഫക്രുദ്ദമി ഇന്ദൽ അത്ഫാൽ. ഫക്രുദ്ദമി ഇന്ദൽ അത്ഫാൽ അനീമിയ. വെൽ ഡൺ. ടീം ഡിക്ക് 5 പോയിന്റ് ലഭിച്ചിരിക്കുന്നു. ടീം ഇ ബത്താനത്ത്. ബത്താന, പൊണ്ണത്തടി. ഭാഗ്യമായി ഉത്തരം ശരിയാണ്. ടീം ഇക്ക് 3 പോയിന്റ്. നമ്മളെ വളരെ കൃത്യമായി പഠിക്കുക. വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. മഹാത്തിറു വജബാത്ത് സരിയ, സൂറത്തുൽ ഖാത്തില, ഇർതിഫാഉ ലഗ്തിദ്ദം, അസ്റുഹ അലൽ ജിഹാസിൽ ഹൽമി, ഫക്രുദ്ദമി അനീമിയ ഇൻദൽ അത്ഫാൽ, തുസബ്ബിബു സർത്താൻ. ടീം ഇയോടുള്ള ചോദ്യം പരീക്ഷയിൽ ഗ്രാമർ ലെവലിലുള്ള ചോദ്യങ്ങളാണ്. മാലി മുലാരികൾ. ദഹബ എന്ന് പറഞ്ഞാൽ എന്താ? അവൻ പോയി. ദഹബ, അവർ 2 പേര് പോയി.
ദഹബു അവർ കുറെ പേർ, മൂന്നോ അതിലധികമോ ആളുകൾ പോകുന്നതിനാണ് ദഹബു എന്ന് പറയാം. അതിന്റെ മുലാരി ഫോമിലേക്ക് വരുമ്പോൾ ഏതാണ്? ദഹബ യദ്ഹബു, അവൻ പോകും അല്ലെങ്കിൽ പോകുന്നു. ഫ്യൂച്ചർ അല്ലെങ്കിൽ പ്രസന്റ് ടെൻസ് ആണ് അറബിയിൽ എന്താണ്? അൽ മുലാരിയ. രണ്ടുപേര് പോകും അല്ലെങ്കിൽ പോകുന്നു എന്ന് ഇങ്ങനെ പറയും യദ്ഹബാനി. മൂന്നോ അതിലധികമോ ആളുകൾ പോകുന്നു അല്ലെങ്കിൽ പോകുമെന്നിങ്ങനെ പറയും യദ്ഹബൂന. ഈ രൂപത്തില് ഞാൻ ഒരു സെന്റൻസ് വായിക്കും, അതിലെ വിട്ട ഭാഗം നിങ്ങൾ പൂരിപ്പിക്കുകയാണ് വേണ്ടത്. ഒന്നാം ചോദ്യം ടീം ഇയോടാണ്. അദ്നാൻ വസാലിഹ് വജാസിർ ഡേഷ് ബിജാനിബിൽ മൈദാൻ. ജലസ എന്ന വാക്ക് നൽകിയിട്ടുണ്ട്, നിങ്ങൾ അതിനെ എന്ത് ചെയ്യാ? മാറ്റുക. അദ്നാൻ വസ്വാലിഹ് വജാസിർ ഡേഷ് ബിജാനിബിൽ മൈദാൻ. അദ്നാനും സാലിഹും ജാസിറും മൈദാനത്തിന്റെ അടുത്ത് ഡേഷ് യജ്ലിസൂന. യജ്ലിസൂന. ജലസ യജ്ലിസൂന. വെൽ ഡൺ. ടീം ഇക്ക് 5 പോയിന്റ്. ടീം ഡിയോടുള്ള ചോദ്യമാണ്. അദ്നാൻ വസ്വാലി സ്വദീഖാനി ഹുമാ ഡേഷ് ലഅബ ഖുറത്തുൽ ഖദം. യുഹിബ്ബു എന്ന വാക്ക് നൽകിയിട്ടുണ്ട്. അദ്നാനും സ്വാലിഹും കൂട്ടുകാരാണ്, അവർ ഫുട്ബോൾ കളി ഡേഷ് യുഹിബാനി. യുഹിബാനി. രണ്ടുപേരാകുമ്പോൾ യുഹിബു യുഹിബാനി, 3 പേരാകുമ്പോൾ യുഹിബൂന. അപ്പൊ നമ്മൾ ഇത് ആ ഒരു സർഫ് എന്ന് പറയും അല്ലെ, അത് കൃത്യമായി പഠിച്ചു വെച്ചാൽ എന്ത് ചെയ്യും? എളുപ്പത്തിൽ നമുക്ക് പറയാൻ കഴിയും. ടീം ഡിക്ക് 5 പോയിന്റ് ലഭിച്ചിരിക്കുന്നു. അഭിനന്ദനങ്ങൾ. നെക്സ്റ്റ് ടീം സി ആണ്. ഹും ഡേഷ് ഇലൽ അഖ്ബാർ. ഇസ്തമഅ എന്ന വാക്ക് നൽകിയിട്ടുണ്ട്, അവർ വാർത്തയിലേക്ക്. യസ്തമിഊന. യസ്തമിഊന. വെൽ ഡൺ. ടീം സി 5 പോയിന്റ്. ഇങ്ങനെയുള്ള ചോദ്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇസ്തമ എന്ന മാളിയിലാണ് നൽകുക, പാസ്റ്റ് ടെൻസിലാണ് നൽകുക. അത് നിങ്ങൾ നേരെ ഇസ്തമിയു എന്നല്ല എഴുതേണ്ടത്, അതിനെ മുലാരിയാക്കി മാറ്റണം. ഇസ്തമ യസ്തമിയു യസ്തമിയാനി യസ്തമിഊന. അപ്പൊ യസ്തമിഊന എന്നതാണ് ഹും എന്ന് പറയുമ്പോൾ. ഹും എന്താണ്? പ്ലൂരൽ ആണ് അല്ലെ. ഹുവ ഹുമാ ഹും. ഹുവ യസ്തമിയു ഹുമാ യസ്തമിയാനി ഹും യസ്തമിഊന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം ബിയോടാണ്. ഹുമാ ഡേഷ് അൽ കുതുബൽ അറബിയ. ഖറഅ എന്ന വാക്കും കൂടി നൽകിയിട്ടുണ്ട്. യഖ്റഅനി. യഖ്റഅനി. ഖറഅ യഖ്റഉ. എങ്ങനെയാണ്? ഖറഅ യഖ്റഉ. യഖ്റഉ യഖ്റആനി യഖ്റഊന. യഖ്റഉ യഖ്റആനി യഖ്റഊന. ഹുമാ എന്ന് പറയുന്നത് എങ്ങനെയാ? ഹുവ ഹുമാ ഹും. വളരെ ഇമ്പോർട്ടന്റ് ആയി പരീക്ഷയ്ക്ക് എപ്പോഴും വരുന്ന 3 മാർക്കിന്റെ ഒരു ചോദ്യമാണിത്. അപ്പോൾ ഹുമാ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? രണ്ടാമത്തെ ഫോം എന്താണ്? യഖ്റആനി. ടീം ബി 5 പോയിന്റ്. ടീം എയുടെ ഒരു ചോദ്യം. ഹുവ ഡേഷ് ഖുറത്തുൽ ഖദം. ലഇബ എന്ന വാക്ക് നൽകിയിട്ടുണ്ട്. ഹുവ ഡേഷ് ഖുറത്തുൽ ഖദം. യലഅബു. യെസ്, വെരി ഗുഡ്. കൺഗ്രാറ്റ്സ്. ടീം എ 5 പോയിന്റ്. ഹുവ യൽഅബു. ലഇബ ലഇബ യൽഅബു. യൽഅബു യൽഅബാനി യൽഅബൂന. നമ്മുടെ ഈ ഒരു പാഠത്തിൽ ഇതാണ് പഠിക്കുന്നത്. ഇതിന്റെ അടുത്ത ഫോം എങ്ങനെയായിരിക്കും വരാം? തൽഅബു തൽഅബാനി യൽഅബ്ന. അത് എപ്പോഴും തെറ്റിപ്പോവാറുണ്ട്. യൽഅബ്ന. തൽഅബ്ന അല്ല, യൽഅബ്നയാണ്. യൽഅബ്നയുടെ അർത്ഥം എന്തായിരിക്കും? അവർ കുറെ സ്ത്രീകൾ കളിക്കുന്നു അല്ലെങ്കിൽ കളിക്കും. 4 റൗണ്ടുകൾ പൂർത്തിയായിരിക്കുകയാണ്. ഈ റൗണ്ടിൽ ഓരോ ടീമിന് ലഭിച്ച മാർക്ക്: ടീം എ 10 പോയിന്റ്, ടീം ബി 10 പോയിന്റ്, ടീം സി 10 പോയിന്റ്, ടീം ഡി 10 പോയിന്റ്, ടീം ഇ 8 പോയിന്റ്. അഭിനന്ദനങ്ങൾ. ഇന്നത്തെ പ്രശ്നോത്തരിയിലെ ടോട്ടൽ മാർക്ക് പ്രഖ്യാപിക്കുകയാണ്. ടീം എ CHM-KS ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വളപട്ടണം 62 പോയിന്റ് ലഭിച്ചിരിക്കുന്നു. അഭിനന്ദനങ്ങൾ. ടീം ബി തിരുവങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ
55 പോയിന്റ് ലഭിച്ചിരിക്കുന്നു. അഭിനന്ദനങ്ങൾ. ടീം സി ഇരിക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 51 പോയിന്റ് ലഭിച്ചിരിക്കുന്നു. അഭിനന്ദനങ്ങൾ. ടീം ഡി ചാല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 58 പോയിന്റ് ലഭിച്ചിരിക്കുന്നു. അഭിനന്ദനങ്ങൾ. ടീം ഇ ചെമ്പിലോട് ഹയർ സെക്കൻഡറി സ്കൂൾ 51 പോയിന്റ് ലഭിച്ചിരിക്കുന്നു. അഭിനന്ദനങ്ങൾ. ഇന്ന് നടന്ന പ്രശ്നോത്തരിയിലെ വിജയികളെ പ്രഖ്യാപിക്കുകയാണ്. ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നു CHMKS ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വളപട്ടണം 62 പോയിന്റ് ലഭിച്ചിരിക്കുന്നു. രണ്ടാം സ്ഥാനം ടീം ഡി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ചാല 58 പോയിന്റ് ലഭിച്ചിരിക്കുന്നു. അഭിനന്ദനങ്ങൾ. മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നു ടീം ബി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ തിരുവങ്ങാട് 55 പോയിന്റ് ലഭിച്ചിരിക്കുന്നു. വെൽ ഡൺ, കൺഗ്രാറ്റ്സ്. ഈ ക്വിസിൽ പങ്കെടുത്ത എല്ലാ ടീമംഗങ്ങൾക്കും ഹൃദ്യമായ അഭിനന്ദനങ്ങളും വിജയാശംസകളും നേരുന്നു. ശുക്രൻ ജസീലൻ ഹസനുദ്ദീൻ സാർ. നാളെ ഇതേ സമയം കെമിസ്ട്രി പ്രശ്നോത്തരി ഒന്നാം ഭാഗം. ക്വിസ് മാസ്റ്റർ ശ്രീമതി പൂർണിമ ദാസ്, കൂടാളി ഹയർ സെക്കൻഡറി സ്കൂൾ കെമിസ്ട്രി അധ്യാപിക. അവതരണം ആകാശവാണി കണ്ണൂർ. ആശയം ആവിഷ്കാരം PV പ്രശാന്ത് കുമാർ. നിർവഹണ സഹായം AK രതീഷ്, സീഷ മാനു, ശ്രീകല ബിജു, ജ്യോതി രാജീവ്, കവിത നാഥ്. റേഡിയോ ടീച്ചർ